ഹായ്, ഞാൻ സായിദ് പയ്യന്നൂർ, സൈക്കോളജിസ്റ്റാണ്. മനസ്സിനെ പോലെ വേറൊരു ഫ്രോഡ് ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അത്രയധികം ഉഡായിപ്പുകൾ മനസ്സ് നടത്തും. അപ്പോൾ ഇങ്ങനെ മനസ്സ് ഉഡായിപ്പ് നടത്തുമ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും, പ്രതിസന്ധികളുണ്ടാവും. അതിനെപ്പറ്റിയാണ് ഇന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, നമ്മൾ നോർമലായ വ്യക്തികളാണെങ്കിൽ പോലും ചില ചിന്തകൾ നമുക്ക് തന്നെ പിടിതരാത്ത രീതിയിൽ വരും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഒരു വലിയ ഹൈറ്റുള്ള ബിൽഡിങ്ങിൻ്റെ മേലെ പോയി കഴിഞ്ഞാൽ ചാടാൻ തോന്നും. അങ്ങനെ തോന്നുന്ന ഒരുപാട് പേരില്ലേ? എനിക്ക് മുമ്പുണ്ടായിരുന്നു, ഇപ്പോഴല്ല, കുറേ മുമ്പുണ്ടായിരുന്നു. ഇങ്ങനെ കാറിലൊക്കെ പോകുന്ന സമയത്ത് സൈഡിൽ ആരെങ്കിലും പോകുമ്പോൾ ഇടിക്കാൻ തോന്നുന്നൊരവസ്ഥ. ഞാൻ എൻ്റെ മനസ്സിനെ ഇങ്ങനെ നിയന്ത്രിക്കും. അപ്പോൾ അങ്ങനെയുള്ള തോന്നലുകളാണ്. ഈ തോന്നൽ ചിലപ്പോൾ വന്നിട്ടുള്ളത് നമ്മൾ വീഡിയോ ഗെയിമോ മറ്റോ കണ്ടിട്ടായിരിക്കാം. പക്ഷേ ഇങ്ങനെ പല രീതിയിലുള്ള ചിന്തകൾ നോർമലായ വ്യക്തികൾക്ക് തന്നെ വരാറുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആൻസൈറ്റിയോ OCD ഉള്ള ആൾക്കാർക്ക് എന്തൊക്കെ ചിന്തകൾ വരും? പല കുരുട്ട് ചിന്തകൾ, ദുഷിച്ച ചിന്തകൾ, മോശമായ ചിന്തകളൊക്കെ വരും. ഇപ്പോൾ എന്നോട് ഈ അടുത്തൊരു പെൺകുട്ടി പറഞ്ഞത്, ആ പെൺകുട്ടിക്ക് വരുന്ന ചിന്ത, ഒരു ഒബ്സഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കുട്ടിയുടെ പിതാവിനോട് സെക്സലായിട്ട് ഒരു ആക്ട് ചെയ്യുന്നതായിട്ട് തോന്നുന്നു. അതായത് സെക്സൽ ഇൻ്റർകോഴ്സ് ചെയ്യുന്നതായിട്ട് തോന്നൽ വരുന്നു. ഈ തോന്നൽ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും തോറും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. അതോടെ ശക്തമായ കുറ്റബോധം വരുന്നു. ശക്തമായ കുറ്റബോധം. അവസാനം ഈ പിതാവ് മരിക്കുകയും ചെയ്തു. പിതാവ് മരിച്ചതിന് ശേഷം വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ഇവളെത്തി. കാരണം എനിക്കിങ്ങനെ തോന്നി, ഞാൻ അച്ഛനോട് മാപ്പ് പറഞ്ഞിട്ടില്ല എന്നുള്ള അവസ്ഥയിൽ ആകെ തകർന്ന് തരിപ്പണമായി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോൾ എന്താണ് പ്രതിവിധി? നോർമലായ ആൾക്കാരെ സംബന്ധിച്ച് അത് മാനേജ് ചെയ്യാൻ എളുപ്പമായിരിക്കും. പക്ഷേ ഒരു ആൻസൈറ്റി ഉള്ള ആൾക്കാർക്ക്, സ്ട്രെസ് ഉള്ള ആൾക്കാർക്ക്, ഫിയർ ഉള്ള ആൾക്കാർക്ക്, അതേപോലെ OCD ഒസ്വാസ് ഉള്ള ആൾക്കാർക്കൊക്കെ അത് അത്ര എളുപ്പമല്ല. അപ്പോൾ നിങ്ങൾ ഒന്നാമതായി ചെയ്യേണ്ട കാര്യമാണ് ഇന്ന് പറയുന്നത്. ഒന്നാമതായി ചെയ്യേണ്ട കാര്യം, നിങ്ങളെയും ചിന്തയെയും മാറ്റി നിർത്തുക. രണ്ടാക്കി തിരിക്കുക. അതായത് നിങ്ങൾക്ക് വരുന്ന ചിന്തകൾ നിങ്ങളല്ല എന്ന് തീരുമാനിക്കുക. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരുപാട് ചിന്തകൾ മനസ്സിൽ വരുന്നു. ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ കത്തിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരെയും കുത്താൻ തോന്നൽ, അങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ട്. അങ്ങനെ പറഞ്ഞ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ ചിന്തകൾ ഞാനെല്ലാം തീരുമാനിക്കുക. ഇത് ചിന്തകൾ മാത്രമാണ്. മോശമായ ചിന്തയാണ്, അത് അംഗീകരിച്ചോ, മോശമായ ചിന്തയാണ്. പക്ഷേ ആ ചിന്ത ഞാനല്ല. ചിന്ത വേറെ, ഞാൻ വേറെ. അതായത് നിങ്ങൾക്ക് വരുന്ന ചിന്തകളൊക്കെ നിങ്ങൾ മാറ്റി നിർത്തിയിട്ട് നോക്കാൻ ശീലിക്കണം. അത്തരം ചിന്തകൾ ദുഷിച്ചതാണ്, പക്ഷേ അതെൻ്റെ മനസ്സിൽ ഇങ്ങനെ വരുന്ന ചിന്തകളാണ്. അങ്ങനെ വരുന്നത് കൊണ്ട് ഞാൻ മോശക്കാരിയല്ല, അല്ലെങ്കിൽ ഞാൻ മോശക്കാരനല്ല എന്ന് ഉറപ്പിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ എന്താക്കും? നിങ്ങൾ ഐഡൻറ്റിറ്റി ആയിട്ട് മാറ്റും. നിങ്ങൾക്ക് വരുന്ന ചിന്ത എന്താണോ അത് നിങ്ങളായിട്ട് പരിഗണിക്കും. നിങ്ങളായിട്ട് പരിഗണിച്ച് കഴിഞ്ഞാൽ കുറ്റബോധം കൊണ്ട് നീറും. ഉദാഹരണം പറയാം, ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സെക്സൽ ഫീലിംഗ് വരാണ്, തോന്നൽ വരാണ്. അതും ഏറ്റവും വേണ്ടപ്പെട്ടവരോട്, മാതാപിതാക്കളോട്, സിസ്റ്റേഴ്സ്, ബ്രദേഴ്സിനോട്, അങ്ങനെയുള്ളവരോടൊക്കെ തോന്നുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഞാൻ ചീത്തയാണ്, ഞാൻ മോശപ്പെട്ടവളാണ്, അല്ലെങ്കിൽ ഞാൻ മോശപ്പെട്ടവനാണ് എന്നൊരു ചിന്ത വരും. ഇങ്ങനെ ചിന്ത വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? കുറ്റബോധം ഇരട്ടിക്കും. കുറ്റബോധം വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ സ്ട്രെസ്സ് പീക്ക് ലെവലാവും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ നിയന്ത്രിച്ചാൽ കിട്ടൂല. നേരെ മറിച്ച് ഈ ചിന്ത വരുമ്പോൾ, യെസ്, ഇങ്ങനെ ചിന്ത വരുന്നുണ്ട്, ഈ ചിന്ത നെഗറ്റീവാണ്, ഈ ചിന്തയും ഞാനും തമ്മിൽ ബന്ധമില്ല, ഈ ചിന്ത അറിയാണ്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓടി വരുന്ന ചിന്തകളാണ്. അങ്ങനെ പല ചിന്തകളും എല്ലാവർക്കും വരാം. എനിക്ക് ആൻസൈറ്റി ഉള്ളതുകൊണ്ടും അല്ലെങ്കിൽ ഒബ്സഷൻ ഉള്ളതുകൊണ്ടും കുറച്ച് കൂടുതൽ വരുന്നുണ്ട്. ആ ചിന്തയെ നിയന്ത്രിക്കലാണ് ഞാൻ ചെയ്യേണ്ടത് എന്നൊരു ആക്സെപ്റ്റൻസ്, തീരുമാനം നിങ്ങളെടുക്കുക. അതോടെ നിങ്ങൾ പകുതി വിജയിച്ചു എന്ന് പറയാം. അതായത് നിങ്ങളുടെ ചിന്തയെ നിങ്ങൾ വേറെ തന്നെ ആക്സെപ്റ്റ് ചെയ്യണം. നിങ്ങളുടെ ചിന്തയെ നിങ്ങൾ ഐഡൻറ്റിറ്റി ആയിട്ട് മാറ്റരുത്. നിങ്ങൾക്ക് വരുന്ന തോന്നലുകളെ നിങ്ങളായിട്ട് പരിഗണിക്കരുത്. പ്രത്യേകിച്ച് ഇസ്ലാമിക മതത്തിലൊക്കെ പറയുന്നുണ്ട്, നമുക്ക് ഇങ്ങനെ പല ചിന്തകൾ വരും, ആ ചിന്തകൾക്ക് നിങ്ങൾക്ക് തെറ്റില്ല എന്ന് പറയും. പല തോന്നലുകൾ വന്നു കഴിഞ്ഞാൽ ആ തോന്നലുകൾക്കൊന്നും തെറ്റില്ല. പക്ഷേ ആ തോന്നലുകൾ പ്രാവർത്തികമാക്കുമ്പോഴാണ് ശിക്ഷ ലഭിക്കുക. അപ്പോൾ ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക. അതായത് ഈ ചിന്തകൾ വേറെ, നിങ്ങൾ വേറെ, രണ്ടും ഒന്നല്ല. ഒരിക്കലും ഒന്നാക്കരുത്. ഒന്നാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണി കിട്ടും. പിന്നെ നിങ്ങൾക്ക് എന്താക്കും? നിങ്ങളെ കാണുക, ഞാൻ മോശപ്പെട്ടവളാണ്, ഞാൻ വൃത്തികെട്ടവളാണ്, അത്തരക്കാരനാണ് എന്ന രീതിയിലാണ് നിങ്ങളെ ചിത്രീകരിക്കുക. പിന്നീട് എന്താക്കാം? നിങ്ങളെ ചിന്തയെ നിങ്ങൾ വേറെയാക്കി പരിഗണിച്ചല്ലോ, പിന്നീട് അതിനെ നിയന്ത്രിക്കാനുള്ള വകുപ്പുകൾ ഉണ്ടാക്കുക. ഇഷ്ടംപോലെ മെത്തേഡ് സൈക്കോളജിയിലുണ്ട്. ഇഷ്ടംപോലെ ഡിസ്ട്രാക്ഷൻ മെത്തേഡുണ്ട്, അല്ലെങ്കിൽ അതിനെ ഡൈവേർട്ട് ചെയ്യാനുള്ള മെത്തേഡുകളുണ്ട്. അത്തരം മെത്തേഡുകളിലൂടെ അതിനെ കൺട്രോൾ ചെയ്യാം. ചില ഘട്ടത്തിൽ ചിലപ്പോഴെങ്കിലും ഗുളികൻ്റെ സപ്പോർട്ട്, ഡ്രഗ്സിൻ്റെ സപ്പോർട്ടും കൂടി വേണ്ടി വരാം. അല്ലാത്ത ഘട്ടത്തിൽ സൈക്കോതെറാപ്പിയിലൂടെ നിങ്ങൾക്ക് ആ ചിന്തകളെ പിടിച്ചു കെട്ടാം. ചിന്തകളെ പിടിച്ചു കെട്ടി കഴിഞ്ഞാൽ നിങ്ങൾ ആരായി? നിങ്ങൾ നോർമലായി ചിന്തിക്കുന്ന ആളായി. അതായത് സാധാരണ അരുവി പോലെ ഒഴുകുന്ന ഒരു മനസ്സിന് ഉടമയായി. അല്ലെങ്കിൽ പ്രക്ഷുബ്ധരായ ഒരു കടൽ ഇരമ്പം പോലെ, തിരമാല പോലെയുള്ള ഒരു മനസ്സായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ഇനി മറ്റൊരു കാര്യം, നിങ്ങളായിട്ട് ഈ ചിന്തയെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കരുത്. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, പാരഡോക്സ് മെൻ്റൽ കൺട്രോൾ. അതായത് നമ്മൾ ഒരു കാര്യത്തെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ ആ കാര്യം തന്നെ നമ്മുടെ മനസ്സിൽ വരും. എങ്ങനെയെന്ന് പറഞ്ഞാൽ, നമ്മളൊരു വെള്ളത്തിൽ
ഫുട്ബോൾ ഇങ്ങനെ അമർത്തി വെക്കുകയാണെന്ന് വിചാരിച്ചോ, എന്താ സംഭവിക്കുക? അതായത് മുഴുവൻ കാറ്റുള്ള ഒരു ഫുട്ബോൾ അമർത്തി വെക്കുകയാണെങ്കിൽ അത് മുകളിലോട്ട് പൊങ്ങി വരും. ഇതേപോലെ നിങ്ങൾ അടിച്ചമർത്തുന്ന ചിന്തകൾ, കമ്പൽഷൻ ചെയ്യുന്ന ചിന്തകൾ, അതിനേക്കാളും പവറോടെ അത് നിങ്ങളുടെ മനസ്സിലേക്ക് വരും. കടലിൽ അണക്കെട്ട് കെട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? ഒരിക്കലും ഫലപ്രാപ്തി എത്തൂല. കാരണം നിങ്ങളെ മനസ്സിനെ നിയന്ത്രിക്കാൻ ഈ രീതിയിലുള്ള പ്രസ്സൊന്നും ഉപകരിക്കൂല. അതുകൊണ്ട് തന്നെ അതിനെന്ത് ചെയ്യരുത്, ഈ ചിന്തയെ നിങ്ങൾ പ്രസ് ചെയ്യാനോ ഈ ചിന്തയെ നിങ്ങൾ തടുത്തു നിർത്താനോ ശ്രമിക്കരുത്. പകരം ഇതിനെ ആക്സെപ്റ്റ് ചെയ്യുക. ഇതെനിക്ക് വരുന്ന മോശമായ ചിന്തകളാണ്, ഈ ചിന്തകളെ എനിക്ക് നിയന്ത്രിക്കേണ്ടതുണ്ട്, അതിന് വേറെ വഴികളുണ്ട്, അതിനെ ഞാൻ കഷ്ടപ്പെട്ട് ആ ചിന്ത മോശമാണ്, ഇനി വരൂല, ഇനി വരുത്തണ്ട, ചിന്തിക്കാൻ പാടില്ല, ചിന്തിക്കൂല എന്നൊക്കെ രീതിയിൽ നിങ്ങൾ ഫൈറ്റ് ചെയ്തിട്ട് അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്. ശ്രമിക്കുന്നവരും അത് വന്നുകൊണ്ടേയിരിക്കും. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ ഉറങ്ങാൻ ശ്രമിച്ചാൽ ഉറക്കം കിട്ടൂല, സന്തോഷിക്കാൻ ശ്രമിച്ചാൽ സന്തോഷം കിട്ടൂല. ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ മാതാപിതാക്കളെ പറ്റി അല്ലെങ്കിൽ ആരെങ്കിലും പറ്റി ഓർക്കരുതെന്ന് പറഞ്ഞാൽ അവർ തന്നെ മനസ്സിൽ വരും. അപ്പോൾ ഒരു കാര്യത്തെപ്പറ്റി ശക്തമായി പ്രസ് ചെയ്യുന്ന സമയത്ത് അത് തന്നെ കൊണ്ടുവരാനുള്ള ഒരു കഴിവ് മനസ്സിനുണ്ട്. അപ്പോൾ അതല്ല വേണ്ടത്, മറിച്ച് നിങ്ങളുടെ ചിന്തയാണ് ഇത് എന്ന് ആക്സെപ്റ്റ് ചെയ്യുക. അതിനെ നിയന്ത്രിക്കാനുള്ള വഴികൾ നിങ്ങൾ കൃത്യമായിട്ട് നടപ്പിലാക്കുക. അതോടെ നിങ്ങൾക്ക് ഇതിന് സമാധാനം കിട്ടും. വീണ്ടും കാണാം. നന്ദി.